ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 17-ാം അധ്യായത്തിൽ കാണുന്ന ബാബിലോൺ എന്ന് പറയുന്ന വേശ്യയുടെ വിവിധ മാനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം കണ്ടുകൊണ്ടിരുന്നത്. തിന്മയുടെ പ്രതീകമായ ഈ ബാബിലോൺ എന്ന വേശ്യയെ ഉന്മൂലനം ചെയ്യുന്നതാണ് ഈ 17-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ പ്രതീകം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെളിപാട് ഗ്രന്ഥത്തിലെ ആ സന്ദേശം മനസ്സിലാക്കുവാനായിട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും ഈ 17-ാം അധ്യായം വളരെയധികം ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകിയിട്ടുണ്ട്. ഇതിലുള്ള ആ രാജാക്കന്മാരുടെയും 10 തലകളുടെയും 7 തലകളുടെയും 10 കൊമ്പുകളുടെയും ഒക്കെ ആ പ്രതീകങ്ങൾ പല ആളുകളുമായിട്ട് പല രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി അതിന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ പല നൂറ്റാണ്ടുകളുമൊക്കെ നടന്നിട്ടുണ്ട്. ഈ പ്രതീകത്തിലൂടെ ഗ്രന്ഥകാരൻ എന്താണ് ആരാധന സമൂഹത്തിന് പങ്കുവെക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ബാബിലോൺ എന്ന് പറയുന്ന വേശ്യ, ഈ മഹാനഗരം 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ആ മൃഗത്തിൻ്റെ ആ കൊമ്പുകളുടെ തലകളുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ബാബിലോൺ എന്ന് പറയുന്ന ആ വേശ്യ അല്ലെങ്കിൽ അന്നത്തെ ആ തിന്മ നിറഞ്ഞ സംവിധാനങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് ഈ പ്രതീകങ്ങളിലൂടെ, രാജാക്കന്മാരുടെയും ഒക്കെ പ്രതീകങ്ങളിലൂടെ തന്നെയാണ് എന്ന് ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 10 തലകൾക്ക് അധികാരം നൽകപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇനി ഈ തലകൾ എന്താണ് അർത്ഥമാക്കുന്നത്, രാജാക്കന്മാർ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 13-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. അവർക്ക് ഒരേ മനസ്സാണുള്ളത്, തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് കൊടുക്കുന്നു. 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ് എന്ന് കണ്ടു. അപ്പോൾ ഈ രാജാക്കന്മാർ തങ്ങളുടെ അധികാരം മൃഗത്തിന് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ അധികാരം, ഈ രാജാക്കന്മാർ അധികാരം ഈ മൃഗത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ മൃഗത്തിന് അവർ കീഴ്വഴങ്ങുന്നു എന്ന് തന്നെയാണ് അർത്ഥം. മൃഗം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. സർപ്പത്തിൽ നിന്ന് അധികാരം സ്വീകരിക്കുന്ന ആ മൃഗം. അപ്പോൾ ആ സർപ്പത്തിൻ്റെ തിന്മയുടെ എല്ലാ ഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ മൃഗം. അപ്പോൾ ആ മൃഗത്തിന് തങ്ങളുടെ അധികാരം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ മൃഗത്തിന് ആ തിന്മ നിറഞ്ഞ സംവിധാനങ്ങൾക്ക് അവർ കീഴ്വഴങ്ങുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനാണ് അവർ തങ്ങളുടെ അധികാരമെല്ലാം മൃഗത്തിന് കൊടുക്കുന്നത്? അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ് ഇവിടെ, ഈ രാജാക്കന്മാർ എല്ലാം മൃഗത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ തിന്മയുടെ തന്നെ ആത്യന്തിക നാശത്തിലാണ് അത് കലാശിക്കുന്നത്. ഇവർ കുഞ്ഞാട് കൊണ്ടുവരുന്ന രാജ്യത്തിനെതിരായിട്ടാണ് നിലകൊള്ളുന്നത്. പക്ഷേ ആ രാജ്യത്തെ നശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല എന്നാണ് ഈ 17-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 2 സംവിധാനങ്ങൾ, 2 മൂല്യവ്യവസ്ഥിതികൾ ഇവിടെ അവതരിപ്പിക്കുന്നു. മൃഗത്തിൻ്റെ ആ ബാബിലോൺ എന്ന് പറയുന്ന വേശ്യയുടെ മൂല്യവ്യവസ്ഥിതികൾ, അതുപോലെ തന്നെ കുഞ്ഞാട് പ്രതിനിധാനം ചെയ്യുന്ന ആ മൂല്യവ്യവസ്ഥിതികൾ. ആരാധന സമൂഹത്തോട് ഉള്ള ചോദ്യം, നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നതാണ്. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. 14-ാമത്തെ വാക്യം.
ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, എന്നാൽ കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ് നാം വായിച്ചു കേട്ടത്. വെളിപാടിലെ ആ സന്ദേശത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ഈ വാക്യം നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടി ആ വാക്യം ഒന്ന് വായിക്കാം. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, എന്നാൽ കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. ഇപ്പോൾ സാമ്രാജ്യത്തിൽ നിലനിൽക്കുന്ന രണ്ട് വ്യത്യസ്ത വ്യവസ്ഥിതികൾ, മനോഭാവങ്ങൾ. ഒന്ന് ആ തിന്മയുടെ മനോഭാവങ്ങൾ. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളെല്ലാം കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഒരുമിച്ച് കൂടുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞാട് എന്നുള്ള പ്രതീകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ആ കുഞ്ഞാടിൻ്റെ പ്രതീകം ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ആദ്യ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാട് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതീകമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം, ഗ്രീക്കിലുള്ള പദം ആർണിയോൺ എന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉള്ള ആ കുഞ്ഞാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതീകം തന്നെയാണ്. ആർണിയോൺ എന്നത് അത് യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന ഒരു യോദ്ധാവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. 7 കൊമ്പുകളുമൊക്കെ ഉള്ളതായിട്ട് അതിനെ 5-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സർവശക്തിയുള്ള ഈ കുഞ്ഞാട് ആർക്കെതിരെയാണ് ഈ ശക്തി അത് പ്രകടിപ്പിക്കുന്നത്? അത് തിന്മകൾക്കെതിരെയാണ്. അപ്പോൾ തിന്മകളെയെല്ലാം ഉന്മൂലനം ചെയ്യുവാനായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞാടിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ തിന്മയുടെ ശക്തികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഈ കുഞ്ഞാടിനെതിരെ യുദ്ധം ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 5-ാമത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഈ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്ത് ഇവയ്ക്കൊന്നും വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ കുഞ്ഞാടിനെതിരായിട്ടുള്ള യുദ്ധമെന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുക? അത് കുഞ്ഞാടിനെതിരെ മാത്രമല്ല, കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും എതിരെയുള്ള യുദ്ധമാണ്. ദൈവജനത്തിനെതിരെയുള്ള യുദ്ധമാണ്. അപ്പോൾ ദൈവജനത്തെ അവർ പീഡിപ്പിക്കുന്നത് ഒക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ ഈ ദൈവജനത്തിനെയൊക്കെ പീഡിപ്പിക്കുകയും അവരെയെല്ലാം വധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ തിന്മയുടെ ശക്തികൾ, ഇവരെല്ലാം ഒരുമിച്ച് കൂടി കുഞ്ഞാടിനെതിരെ യുദ്ധം ചെയ്താലും കുഞ്ഞാട് അവരെ തോൽപ്പിക്കും എന്നാണ് പറയുക. ഇനി കുഞ്ഞാടിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അത് ദൈവം തന്നെയാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പൂർത്തിയാവോളം അവിടുത്തെ മനസ്സ് നടപ്പാക്കുന്നതിനും ഏക മനസ്സോടെ പ്രവർത്തിക്കുന്നതിനും മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അപ്പോൾ ഇത് ദൈവം തന്നെയാണ് തോന്നിപ്പിക്കുന്നത്. പക്ഷേ ഇത് അവരുടെ തന്നെ നാശത്തിലാണ് അവസാനിക്കുക. അപ്പോൾ ദൈവജനത്തിനെതിരായിട്ട് നിൽക്കുന്നവരൊക്കെ പരാജയപ്പെടും എന്നതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ കുഞ്ഞാട് അവരെ തോൽപ്പിക്കും, കീഴ്പ്പെടുത്തും. 13-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ മൃഗത്തെക്കുറിച്ച് ഉള്ള ഒരു പരാമർശമുണ്ട്. ഈ 13-ാം അധ്യായം 4-ാമത്തെ വാക്യം. അപ്പോൾ മൃഗത്തെ കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അപ്പോൾ ഒരു സർവശക്തനായ ഒരു മൃഗം എന്ന വിധത്തിലാണ് അവിടെ അവതരിപ്പിക്കുക. ഇതിനെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും എന്നുള്ള ചോദ്യം, അതൊരു റെറ്ററിക്കായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആർക്ക് സാധിക്കും, ആർക്ക് കഴിയും എന്ന ആ ചോദ്യത്തിന് ഉത്തരം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആരാണ് ആ മൃഗത്തെ തോൽപ്പിക്കുന്നത്? അത് കുഞ്ഞാട് തന്നെയാണ്. അപ്പോൾ കുഞ്ഞാട് ഈ തിന്മയുടെ ശക്തികൾക്കെല്ലാം എതിരെ ഇടപെടാൻ തുടങ്ങിയതാണ് ഇവിടെ ഈ 17-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുക. ഇനി
ഈ ഇടപെടലിന്, ഈ യുദ്ധത്തിന് പല തലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രിസ്തു അവരെ തോൽപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറയുക. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. അപ്പോൾ അത് ഭാവിയെ നോക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. തീർച്ചയായിട്ടും കുഞ്ഞാട് കീഴ്പ്പെടുത്തി കഴിഞ്ഞു, പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തും. പക്ഷെ അത് പൂർത്തിയാകുന്നത് അത് ഭാവിയിലായിരിക്കും. അപ്പോൾ അത് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് വിവരിക്കുന്നത് 19-ാം അധ്യായത്തിൽ 11 മുതലുള്ള വചനങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുൻ അവതരണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഭാഗത്തെ. ഇപ്പോൾ കുഞ്ഞാട് പൂർണ്ണമായിട്ടും അവരെ കീഴ്പ്പെടുത്തും. ഇനി അവിടെ കുഞ്ഞാട് ക്രിസ്തു അവരെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ വായിൽ വാളുകൊണ്ട് മൃഗത്തെയും രാജാക്കന്മാരെയും പരാജയപ്പെടുത്തുന്നു. അപ്പോൾ യുദ്ധം അത് ഭൗമിക തലത്തിലല്ല, അത് സ്വർഗീയ തലത്തിലാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മൾ ഭൗമികമായിട്ടുള്ള ആ തലത്തിൽ ആ ക്രിസ്തുവരെയെല്ലാം കീഴ്പ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി 17-16 ഇവളെ നശിപ്പിക്കുന്നത് അവൾ ഇരിക്കുന്ന ആ ജലധി തന്നെയാണ്. ജലധി എന്ന് പറഞ്ഞാൽ അവളൊക്കെ സ്വാധീനിച്ചിരിക്കുന്ന ആ ജനക്കൂട്ടങ്ങൾ, ആ സമൂഹങ്ങൾ, രാജ്യങ്ങൾ, അവ തന്നെ ഇവൾക്കെതിരായിട്ട് തിരിഞ്ഞ് ഇവളെ ഉന്മൂലനം ചെയ്യും. അപ്പോൾ രാജാക്കന്മാരെയും അല്ലെങ്കിൽ അതൊക്കെ അർത്ഥമാക്കുന്ന വ്യവസ്ഥിതികളെയും എല്ലാം കുഞ്ഞാട് കീഴ്പ്പെടുത്തും. അത് കീഴ്പ്പെടുത്തുന്നു എന്നിവിടെ വിവരിക്കുന്നു. പക്ഷേ അത് പല തലങ്ങളിലായിട്ടാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ കാണുന്നു. ഇനി കുഞ്ഞാടിനോട് ഉള്ള യുദ്ധത്തിന് സമാനമായിട്ടുള്ളൊരു സൂചന ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിലുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പലതിൻ്റെയും പൂർത്തീകരണമാണ് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളും ഇവിടെ പൂർത്തിയാകുന്നത് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിപാട് ഗ്രന്ഥം ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ പഴയ നിയമത്തിലെ വാക്യങ്ങളുമായിട്ട് നമ്മൾ ഒന്ന് ബന്ധപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദാനിയേൽ 7-ാമത്തെ അധ്യായത്തിൽ 21-22 വാക്യങ്ങളിൽ ഒക്കെ ഇപ്രകാരം പറയുന്നു: പുരാതനായവൻ വന്ന് അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നവരെ, പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഇവിടെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഈ കൊമ്പ് അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ ഈ ദൈവജനത്തെ തോൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് ആ വിജയം അന്തിമമല്ല എന്ന് വളരെ വ്യക്തമാണ്. തുടർന്ന് പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി ഈ വിശുദ്ധർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ അവർ ഇവരെ ഈ തിന്മയുടെ ശക്തികൾ തോൽപ്പിക്കും എന്ന് തുടർന്ന് പറയുന്നു. അപ്പോൾ ഈ ദാനിയേലിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കുഞ്ഞാട് ഈ തിന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്തുന്നത്? അപ്പോൾ അതിനുള്ള കാരണം ഈ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം കുഞ്ഞാട് നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും, എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അപ്പോൾ കുഞ്ഞാടിനെ കുറിച്ചുള്ള ആ ഒരു പ്രസ്താവന, അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവും. അപ്പോൾ ഇതിൻ്റെ സാങ്കത്യം, പ്രസക്തി എന്താണ്? നാഥന്മാരുടെ നാഥനും പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ തന്നെയാണിത്. ദൈവമായ കർത്താവാണ് നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഈ ഒരു പരാമർശം നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലുള്ള ദൈവശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു പ്രമേയം, ആശയം തന്നെയാണിത്. ദൈവമായ കർത്താവുടെ നാഥന്മാരുടെ നാഥൻ. അപ്പോൾ ആ ഒരു വിശേഷണം കുഞ്ഞാടിന്, യേശു ക്രിസ്തുവിന് ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ വേറൊരു വശം കൂടിയുണ്ട്. പഴയ നിയമത്തിൽ ബാബിലോൺ രാജാക്കന്മാരും പിന്നെ അതുപോലെ തന്നെ
വെളിപാടിൻ്റെ കാലത്തുള്ള റോമൻ ചക്രവർത്തിമാരുമൊക്കെ ഈ പേര് തങ്ങളുടേതാക്കി അവർ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. രാജാക്കന്മാരാണ് നാഥന്മാരുടെ നാഥൻ, രാജാക്കന്മാരുടെ രാജാവ് എന്ന് അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നാഥന്മാരുടെ നാഥൻ, രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറയുന്നത് യേശു മാത്രമാണ്. അപ്പോൾ യേശു ഈ രാജാക്കന്മാരെ, ഈ ശക്തികളെയെല്ലാം തോൽപ്പിക്കും എന്ന് ഇവിടെ പറയുന്നു. ഇനി യേശു തോൽപ്പിക്കുന്നത് അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? അത് തൻ്റെ വായിലെ വാളുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ ഇതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് കാണാം. ഇനി ഈ യേശുവിനോട് കൂടെ ഉള്ളവരെക്കുറിച്ച് പറയുന്ന ആ ഭാഗം നമുക്ക് എടുക്കാം. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. നമ്മൾ യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. 14-ാമത്തെ അധ്യായത്തിൽ സിയോൺ മലമേൽ നിൽക്കുന്ന കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്ന 144,000 പേര്. അതുപോലെ തന്നെ 19-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണും ആ വെളുത്ത കുതിരപ്പുറത്ത് കയറി വരുന്നവൻ, അവനോട് കൂടെയുള്ളവർ. അപ്പോൾ ഇവരെ വിശേഷിപ്പിക്കുന്നത് അവർ വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തർ. ഇത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സഭ അല്ലെങ്കിൽ എക്ലേസിയ എന്ന ആ പദത്തിൻ്റെ വ്യാഖ്യാനം തന്നെയാണ്. സഭയിലെ അംഗങ്ങൾ ആരാണ്? അവർ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശ്വസ്തരാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവർ വിളിക്കപ്പെട്ടവരാണ്, വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തമാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവർ. അപ്പോൾ അത് തന്നെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ 1 പത്രോസ് 2:9 വായിക്കാം: നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മേലുള്ള അവകാശം ആർക്കാണ്? ദൈവത്തിനാണ്, തിന്മയുടെ ശക്തികൾക്കൊന്നുമല്ല. ബാബിലോണിൻ്റെ അല്ലെങ്കിൽ ആ ബാബിലോൺ അർത്ഥമാക്കുന്ന സംവിധാനങ്ങളുടെ കീഴിൽ കഴിയേണ്ടവരൊന്നുമല്ല അവർ. അപ്പോൾ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണ് അവർ. പിന്നെ അതുപോലെ തന്നെ ഇവർ വിശ്വസ്തരുമാണ്. അപ്പോൾ വിശ്വസ്തർ എന്ന് പറയുമ്പോൾ ആ യേശുവിന് തങ്ങൾ സ്വീകരിച്ച ആ യേശുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നവർ, തങ്ങളുടെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർ. ഇപ്പോൾ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ടു. യേശുവിൻ്റെ ദൈവവചനത്തിനും യേശുവിൻ്റെ സാക്ഷ്യത്തിനും സാക്ഷ്യം നൽകി വരും. അപ്പോൾ അത് ഒരു ഈരടിയായിട്ട് നമ്മൾ വെളിപാടിൽ പലയിടങ്ങളിൽ നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവവചനത്തിനും യേശുവിൻ്റെ സാക്ഷ്യത്തിനും സാക്ഷ്യം നൽകി വരും. അപ്പോൾ യേശുവിൻ്റെ സാക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർ. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ചേർന്ന് നിൽക്കുന്നവരും നമ്മൾ ആ 2-3 അധ്യായങ്ങളിലെ സഭകൾക്കുള്ള കത്തുകൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് അന്തിപ്പാസ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ സാക്ഷ്യം നൽകുന്നു, തങ്ങൾ മരണം വരെ അവർ തങ്ങളുടെ ജീവനെ മുറുകെ പിടിക്കുവാനായിട്ട് അവർ ശ്രമിച്ചില്ല. അതായത് ജീവൻ പോലും ത്യജിക്കുവാനായിട്ട് അവർ തയ്യാറായി എന്ന് പറയുന്നു. അപ്പോൾ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, അവർ യേശുവിനോടുള്ള സാക്ഷ്യത്തിൽ വിശ്വസ്തത പുലർത്തുന്നവരാണ്. അപ്പോൾ ഈ യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിൻ്റെ കൂടെയുള്ളവർ നിഷ്ക്രിയരല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുക. അതായത് അവർ യേശുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് പരിശ്രമിക്കുന്നു. അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ പ്രവൃത്തിയിലൂടെ അവർ സാക്ഷ്യം നൽകുന്നു. അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന ആ സഹനമൊക്കെ അത് സാക്ഷ്യത്തിൻ്റെ പല രൂപങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വാക്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്? തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതായിട്ട് പറയുന്നതോടൊപ്പം തന്നെ ആരാണ് ആ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതെന്ന്
ആരാധന സമൂഹത്തോട് പറയുന്നു അത് ക്രിസ്തുവാണ്. മാത്രമല്ല ആ ക്രിസ്തു ഉന്മൂലനം ചെയ്യുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ ക്രിസ്തുവിനോട് കൂടെയുള്ളവരാരൊക്കെയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതാരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ആരാധന സമൂഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ഈ തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിൽ അവർക്കും ഒരു വളരെ പ്രാധാന്യമേറിയ ഒരു റോൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 15-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലധി ജനങ്ങളും ജനക്കൂട്ടങ്ങളും ജനതകളും ഭാഷകളുമാണ്. ഇപ്പം നമ്മൾ വേശ്യ ജലധിയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ ജലധി എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ജലധി അവൾ ഇരിക്കുന്ന ആ ജലധി അത് ജനങ്ങളും ജനക്കൂട്ടങ്ങളും ഒക്കെയാണെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആ ബാബിലോണിൻ്റെ വശ്യതയിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ജനക്കൂട്ടം മുഴുവനുമാണ്, എല്ലാ ജനങ്ങളുമാണ്. അപ്പോൾ ബാബിലോണിൻ്റെ ആകർഷണീയതയാൽ അവളുടെ പിറകെ വരുന്നവരാണ്. എന്ന് വെച്ചാൽ അവളുടെ ആ മൂല്യ വ്യവസ്ഥിതികൾ ഒക്കെ സ്വന്തമാക്കി അതാണ് യാഥാർത്ഥ്യം എന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. ഇനി ഈ ജനക്കൂട്ടം, അപ്പോൾ അവളുടെ പിന്നാലെ പോകുന്ന ഈ ജനക്കൂട്ടം തന്നെയാണ് അവളുടെ അധികാരവേദി. അപ്പോൾ ബാബിലോൺ ഈ ജലധിയുടെ മുകളിൽ ജനക്കൂട്ടങ്ങളുടെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ തൻ്റെ അധീനത്തിൽ അവൾ ആക്കിയിരിക്കുന്നു. അവൾ ഇനി ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് അത് വലിയ അന്നത്തെ കാലത്ത് വലിയ ഒരു സാമ്രാജ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വിശാലമായ ആ റോമൻ സാമ്രാജ്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. റോമൻ സാമ്രാജ്യം അത് ആഫ്രിക്കയിലെ നൈൽ നദി മുതൽ പിന്നെ യൂഫ്രട്ടീസ് തീരം വരെയും അല്ലെങ്കിൽ ടൈഗ്രീസ് തീരം വരെയൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ആ വലിയ ഒരു സാമ്രാജ്യം. അപ്പോൾ ഈ സാമ്രാജ്യം അത് മുഴുവൻ ഇവളെ പിഞ്ചിലെന്ന് പറയുമ്പോൾ ഇവരെ മുഴുവൻ ഇവൾ വശീകരിച്ച് ഇവൾ വഴിതെറ്റിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇവൾ ജലധിയുടെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു വിധത്തിലും ഇതന്നെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും. ജലധിയുടെ മുകളിൽ ആയിരിക്കുന്ന അവളുടെ ഉറപ്പിടം അത് വലിയ ഉറപ്പില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശാശ്വതമല്ല എന്നുകൂടി ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഇനി ഈ വേശ്യ, ഈ ബാബിലോൺ എന്ന് പറയുന്ന മഹാവേശ്യ ഈ ജനങ്ങളെയും ജനക്കൂട്ടങ്ങളെയും ഒക്കെ തൻ്റെ സ്വാധീന വലയത്തിൽപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും ഇവരൊക്കെ നിത്യമായി നശിച്ചു പോയി എന്ന് നാം കരുതേണ്ട കാര്യമില്ല. ഇപ്പോൾ വെളിപാടിലെ പ്രമേയം വ്യത്യസ്തമാണ്. വെളിപാടിൽ പറയുന്നുണ്ട് ഈ ജനങ്ങളും ജനക്കൂട്ടങ്ങളും ഒക്കെ യേശുവിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പുതിയ ജെറുസലേമിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ച് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ജനതകൾ അവരുടെ ഒക്കെ ആ ഒരു മാസ്മരിക വലയത്തിലാണെങ്കിൽ പോലും അവരൊക്കെ അതിൽ നിന്നും മുക്തി പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ അവസാനം ആ 2 സാക്ഷികൾ സാക്ഷ്യം നൽകിക്കഴിഞ്ഞ് അവർ ജനതകൾ ദൈവത്തിന് മഹത്വം നൽകിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ 7000 പേര് കൊല്ലപ്പെട്ടു, 10-1 നശിച്ചുപോയി, ബാക്കിയുള്ളവർ ദൈവത്തിന് മഹത്വം നൽകിയെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഭൂരിഭാഗം പേരും ദൈവത്തിലേക്ക് തിരികെ വന്നു എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഈ ബാബിലോണിൻ്റെ മായിക ആകർഷണത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇവർ പുറത്തു വരും എന്ന ഒരു പ്രതീക്ഷ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപാടിലെ അവസാനത്തെ അധ്യായത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നിടത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള വാക്യം ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ ജീവവൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ ജനതകൾ സൗഖ്യം പ്രാപിച്ച് രക്ഷയിലേക്ക് കടന്ന് വരും എന്നുള്ള പ്രത്യാശ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ബാബിലോണിനെ ഇവിടെ നശിപ്പിക്കുന്ന ഉന്മൂലനം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ബാബിലോണിനോട് കൂടെ നിൽക്കുന്ന ആ ജനങ്ങളെയും ജനക്കൂട്ടങ്ങളെയും ഒക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബാബിലോൺ നശിക്കുമ്പോൾ ഇവരും ഒക്കെ നശിപ്പിക്കപ്പെടുമായിരിക്കാം. പക്ഷേ ആ പ്രതീക്ഷ ഉള്ളത് ഇവരൊക്കെ ആ ഒരു മാസ്മരിക വലയത്തിൽ നിന്ന് പുറത്തു കടന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ വഴിയിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ്.
ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കിടക്കാം. 16-ാമത്തെ വാക്യത്തിലേക്ക് കിടക്കാം. 16 നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും, അവളെ പരിത്യക്തയും നഗ്നയുമാക്കും, അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ആ ചരിത്രത്തിൽ ഉള്ള ഒരു അനിവാര്യമായിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ കാണുക. തിന്മയുടെ ശക്തികളൊക്കെ ഒരുമിച്ച് കൂടി അവർ പരസ്പരം സഹായിച്ച് അവർ മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരിക്കൽ ഇവർ വീണ്ടും പരസ്പരം പോരാടി അത് തകർന്നു വീഴും എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. തിന്മയുടെ ശക്തികൾ തിന്മയാൽ തന്നെ നശിച്ച് ഇല്ലാതാകുന്ന അവതരിപ്പിക്കുക, ഒരു ഇംപ്ലോഷൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ തിന്മയെ നശിപ്പിക്കുന്നത് കുഞ്ഞാട് യുദ്ധം ചെയ്തവർ തോൽപ്പിക്കുന്നതെന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഇവർ ഈ സംവിധാനങ്ങളൊക്കെ നശിക്കുന്നത് അത് അവയാൽ തന്നെയാണ്, അവയോട് കൂടെ നിൽക്കുന്നവരാൽ തന്നെയാണ് നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മൃഗവും പിന്നെ അതിനോട് കൂടെയുള്ളവരുമൊക്കെ ഇതിനെതിരായി തിരിഞ്ഞ് ഇവളെ ഒക്കെ ഉന്മൂലനം ചെയ്യുന്ന ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.